Good afternoon, Jasmine. Good afternoon, teacher. എന്തുപറ്റി? ഇല്ല ടീച്ചർ, നേരത്തെ ഒന്നും കറണ്ട് ഇല്ലായിരുന്നു അവിടെ. അല്ല, ലേറ്റ് ആയിരുന്നു ഞാൻ ചോദിച്ചതാട്ടോ. അതന്നെ ടീച്ചർ, അത് ഇവിടെയും കറണ്ട് പോയി, അതാണ്. ഓക്കെ, കറണ്ട് ഉണ്ടായിരുന്നില്ല അല്ലെ? ഇവിടെ അതൊരു ചെറിയ പ്രശ്നമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? ആംബുലൻസ് സർവീസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയായിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സില്? വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങൾക്ക് നോട്ട്? ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് ജാസ്മിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതെ ടീച്ചർ. നമുക്ക് ഇനിയിപ്പോ വേറെ ആരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മള് ടൈപ്പ് ഓഫ് റോഡ് ആംബുലൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ? Based on the level of care, road ambulance can be classified into four types of classify ചെയ്യാന്ന് പറഞ്ഞു. എനിക്കായിരുന്നു based on the level of care അനുസരിച്ച് കൊടുക്കുന്ന കെയറിന്റെ ലെവൽ അനുസരിച്ച് നമുക്ക് റോഡ് ആംബുലൻസിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി, ടൈപ്പ് സി, ടൈപ്പ് ഡി, അങ്ങനെ 4 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു അല്ലെ? ടൈപ്പ് എയിൽ ഏതാ വരുന്നേ? ടൈപ്പ് എ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ അല്ലെ? അവര് മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല. സാധാ ടൈപ്പ് പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സാധാ ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ്. അതിനകത്ത് മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ല. വെഹിക്കിളിന്റെ ഉള്ളിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് ടൈപ്പ് എയിൽ വരുന്നത്. പിന്നെ ടൈപ്പ് ബിയില് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അല്ലെ? Transport the patient between the places of medical treatment such as hospital. Transport in a type of ambulance. B, type B la patient transport vehicle. Type C la basic life support ambulance. അതിനകത്ത് എന്താണ് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്സിജൻ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്, അങ്ങനെ അത്യാവശ്യം വേണ്ട മെഡിക്കൽ ഫെസിലിറ്റീസ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ള ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് ടൈപ്പ് സി എന്ന് പറയുന്നത്. ടൈപ്പ് ഡി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അതിനകത്ത് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ബേസിക് ലൈഫ് സപ്പോർട്ട് മെഷീൻ സച്ച് ആസ് defibrillators, ECG machine, pulse oximeter, resistation meter, suction machine, പിന്നെ നെബുലൈസർ, നെബുലൈസ് ചെയ്യാനായിട്ട് ആവി പിടിക്കാനൊക്കെ വേണ്ടിയുള്ള നെബുലൈസർ, BP അപ്പാരറ്റസ്, ഇത്രയും സംഭവങ്ങളൊക്കെ ഉള്ള ബേസിക് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ഒക്കെ ഉണ്ടാക്കിയതിനകത്ത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ആണ്. അപ്പൊ ആ 4 ടൈപ്സ് വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? നെക്സ്റ്റ് എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിന് പുറമെ കുറച്ച് എക്യുപ്മെന്റ്സുകളും ഉണ്ട്. മെഷീൻസിന് പുറമെ ആംബുലൻസിൽ കുറെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഈ ഉപകരണങ്ങൾക്ക് പുറമെ കുറച്ച് എക്സ്ട്രാ എക്യുപ്മെന്റ്സ് കൂടി ഉണ്ട്. അതിനകത്ത് വരുന്നതാണ് ഓരോന്നും. 2-way റേഡിയോ, ഇതിനൊക്കെയായിരുന്നു ഇതിനൊക്കെ വരുന്നത്. മൊബൈൽ ഡേറ്റ ടെർമിനൽ, പിന്നെ മൊബൈൽ ഡേറ്റ ടെർമിനൽ, CCTV, റാമ്പ്, ട്രോമാ ലൈറ്റിംഗ്, എയർ കണ്ടീഷനിങ്. ഇത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാട്ടോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു 2-way റേഡിയോ. എന്താ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞത്? 2-way റേഡിയോ എന്തിനു വേണ്ടിയിട്ടാ? എമർജൻസി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അല്ലെ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഫെസിലിറ്റി ആണ് 2-way റേഡിയോ. ഫസ്റ്റ് 2-way റേഡിയോ എമർജൻസി സർവീസസിൽ ഇപ്പൊ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ് തന്നെയാണ് 2-way റേഡിയോ എന്നത്. ഇപ്പൊ ആംബുലൻസ് ജോലികള് നൽകാൻ അനുവദിക്കുന്ന ടൈം മുതൽ അതുപോലെ തന്നെ ആശുപത്രിയിലേക്കോ അതിന്റെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങളൊക്കെ പരസ്പരം ഹോസ്പിറ്റലുമായിട്ട് അതൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിലൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് 2-way റേഡിയോ.
പിന്നെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് മൊബൈൽ ഡാറ്റ ടെർമിനലാണ്. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ ആണ്. വോക്കി ടോക്കി ഒക്കെ പോലുള്ളത് മൊബൈൽ ഡാറ്റ ടെർമിനൽ സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. പിന്നെ അടുത്തതാണ് CCTV, എവിഡൻസ് ഗ്യാതറിംഗ്. CCTV ആംബുലൻസിലൊക്കെ വീഡിയോ ക്യാമറകളൊക്കെ ഉണ്ട്. അപ്പോ നമുക്ക് എന്താ പറയാ, വീഡിയോ ക്യാമറ വിച്ച് ആർ യൂസ്ഡ് ടു റെക്കോർഡ് ദ ആക്ടിവിറ്റി ഐദർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ വെഹിക്കിൾ. വെഹിക്കിളിന്റെ ഇൻസൈഡിലോ ഔട്ട്സൈഡിലൊക്കെ നടക്കുന്ന ഓരോ ആക്ടിവിറ്റീസിനെയൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാനൊക്കെ വേണ്ടിയിട്ടുള്ള CCTV ക്യാമറകൾ ഉണ്ട്. എവിഡൻസ് ഗ്യാതറിംഗ് CCTV അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്താണ് അതിന്റെ ഉള്ളിൽ നടക്കുന്നത് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അറിയണമെങ്കിൽ നമുക്കൊന്ന് പരിശോധിക്കണമെങ്കിൽ CCTVയുടെ ഹെൽപ്പോടുകൂടി ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ജോലിക്കാർക്കൊക്കെ വേണ്ടിയിട്ട് അതിനകത്ത് വർക്ക് ചെയ്യുന്ന ജോലിക്കാരിലെ മേലൊക്കെ ആരോപിക്കപ്പെടുന്ന എന്തെങ്കിലും തെറ്റായ കുറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് പ്രൂഫ് ചെയ്യാനുള്ള ഒരു എവിഡൻസും കൂടിയാണ് CCTV എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് കൂടി ഉപയോഗിക്കാം. പിന്നെ നെക്സ്റ്റ് ഫോർത്ത് ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പുകളാണ്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഇങ്ങനെയുള്ളവരാ ഇതിനു വേണ്ടിയിട്ട് റാമ്പ് പേഷ്യൻസിനെ നമുക്ക് പൊക്കി ആംബുലൻസിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ അവരെ എന്താ പറയാ ആംബുലൻസിലേക്ക് കയറ്റാനൊക്കെ വേണ്ടിയിട്ട് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ടെയിൽ ലിഫ്റ്റുകളോ റാമ്പുകള് യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറഞ്ഞത്. ഡിസൈൻ ടു നോർമൽ വർക്കിംഗ് ലൈറ്റിംഗ് ആംബുലൻസ് ഫിറ്റഡ് വിത്ത് സ്പെഷ്യൽ ലൈറ്റ് then often blue or red colors ഒക്കെ ആവാം, which is used when the patient become photosensitive. ഫോട്ടോസെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ്, ചില പേഷ്യൻസ് ഫോട്ടോസെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇതിനകത്ത് നമുക്ക് ട്രോമ ലൈറ്റിംഗ് യൂസ് ചെയ്യാൻ പറ്റും, ട്രോമ ലൈറ്റ്. പിന്നെ നെക്സ്റ്റ് അതിനകത്ത് വരുന്നത് ഈ അത് ഓർക്കുക, ലൈറ്റിന് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും അതിനകത്ത്. ആംബുലൻസിന്റെ അകത്ത് അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ ലൈറ്റ് ഇട്ടാൽ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ട്രോമ ലൈറ്റ് യൂസ് ചെയ്യുന്നത്. അത് ബ്ലൂ കളറോ അല്ലെങ്കിൽ റെഡ് കളറോ ഒക്കെ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് ആണ് എയർ കണ്ടീഷനിങ്. എയർ കണ്ടീഷനിങ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണ് എയർ കണ്ടീഷനിങ് യൂസ് ചെയ്യുന്നത്. ആംബുലൻസ് ആർ ആക്ച്വലി equipped with a separate air conditioning system to working area from that which serves the camp. This helps to keep the suitable temperature for any patient being treated. Suitable ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എയർ കണ്ടീഷനിങ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, extra to have an extra features such as filtering against airborne pathogens-നെയൊക്കെ അതിന്റെ അടുത്തേക്ക് സൂക്ഷ്മ അണുക്കളൊക്കെ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിൽ എയർ കണ്ടീഷനിങ് യൂസ് ചെയ്യാം. പിന്നെ 7th വണ്ണാണ് ഡാറ്റ റെക്കോർഡ്സ്. അപ്പൊ അതിനകത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരിക്കും. കമ്പ്യൂട്ടർ ഡാറ്റ റെക്കോർഡ്സുകൾ ആംബുലൻസിലുള്ള ജോലിക്കാര് അവര് സൂക്ഷിക്കണം. ഇത്ര ടൈമിൽ ആംബുലൻസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ തന്നെ ഇത്ര പേരുണ്ടായിരുന്നു അതിനകത്ത് എന്നുള്ള വിവരങ്ങളൊക്കെ, ഇന്ന് എത്ര ഡെത്ത് സംഭവിച്ചു അല്ലെങ്കിൽ എത്ര ഡെഡ് ബോഡീസ് കൊണ്ടുപോയി, അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു ഡാറ്റ റെക്കോർഡ്സും അതിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തതാണ് നെക്സ്റ്റ് വരുന്നതാണ് ഓക്കെ. അപ്പൊ ഇത്രയും ഭാഗത്തു നിന്നുള്ള ഒരു 1-2 ക്വസ്റ്റ്യൻസ് എഴുതിക്കോട്ടോ. The machine used to keep a check on the heart rate of person.
100 of person. ഏത് മെഷീനെ യൂസ് ചെയ്യുന്നേ? ECG machine. Okay, ECG machine. Next, dash is used to check. Dash is used to check the amount of oxygen in the blood. The amount of oxygen in the blood. ഏതാ? Pulse oximeter. Pulse oximeter. Pulse oximeter. Next one. Next question. Dash is used as a protective measure. Dash is used as a protective measure from the violence, VIOLENCE, against ambulance crews. Violence against ambulance crews. Dash is used as a protective measure from violence against ambulance crew. Options എഴുതണ്ട. MDT, CCTV, two-way radio, none of the above. ഏതാ? Protective measures. CCTV. Okay. നമ്മൾ പറഞ്ഞല്ലോ, എന്തെങ്കിലും ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാർക്ക് എന്തെങ്കിലും അവരുടെ പേരിൽ എന്തെങ്കിലും കുറ്റം ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇതായ അവർക്ക് സത്യസന്ധത കാണിക്കാനായിട്ട് അവർക്ക് അവരുടെ പ്രൊട്ടക്റ്റീവ് മെഷർ എന്ന നിലയിൽ അവർക്ക് CCTV ഇത് ഒരു പ്രൂഫ് ആണല്ലോ, അങ്ങനെ ചെയ്യാം. പ്രൊട്ടക്റ്റീവ് മെഷർ ആയിട്ട് ഉപയോഗിക്കുന്ന CCTV ആണ്. നെക്സ്റ്റ് വൺ. Which of the following equipment is used to loading a patient without having to take up any lifting in ambulance. എടുത്ത് പൊക്കി കയറ്റാൻ പറ്റാത്ത പേഷ്യൻസിന് അവരെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതോ ഉപയോഗിക്കുന്ന ഏത് എക്യുപ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്? വീൽ ചെയർ, സ്ട്രെച്ചർ, നൺ ഓഫ് ദ എബോവ്. Tail lift. Okay, tail lift. Next one.
Which of the following, next question. Which of the following light is used when the patient becomes photosensitive. Photosensitive ആയിട്ടുള്ള പേഷ്യൻസിന് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ലൈറ്റിംഗ് ഏതാ? ട്രോമ ലൈറ്റിംഗ്. ഓക്കെ, TRAUMA, ട്രോമ ലൈറ്റിംഗ്. Okay. Next one. Dash is helps to keep dash is help to keep a suitable temperature for patients. Dash is helps to keep to suitable temperature for patients in ambulance. ഏതാണ് suitable temperature keep ചെയ്യാനായിട്ട് സഹായിക്കുന്നത്? എന്താ? എയർ കണ്ടീഷനിങ്. ഇനി കുറെയൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് പാസീവ് വിഷ്വൽ വാർണിങ്ങുകളാണ്. പല സിംബലുകളെ പഠിച്ചത് അല്ലെ? നെക്സ്റ്റ് കുറെ സിംബലുകള്: സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, റെഡ് ക്രിസന്റ്, മാൾട്ടീസ് ക്രോസ്. അങ്ങനെ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ദിസ് സിംബൽ, പാസീവ് വിഷ്വൽ വാർണിംഗ് സിംബൽ ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ എന്തിനു വേണ്ടിയിട്ടുണ്ട്? ആംബുലൻസ്. ആംബുലൻസില് എമർജൻസി മെഡിക്കൽ സർവീസുകൾ, മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിംബലുകളാണ് ഈ പാസീവ് വിഷ്വൽ വാർണിംഗ് എന്ന് പറയുന്നത്. ഓരോ കൺട്രീസിലും മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിംബലുകളാണ് ഈ പാസീവ് വിഷ്വൽ വാർണിംഗ് എന്ന് പറയുന്നത്. എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന ഒരു സിംബലുകളാണ്. കണ്ടിട്ടില്ലേ ആംബുലൻസിലൊക്കെ ഇങ്ങനെയുള്ള സിംബലുകള്? ഫസ്റ്റ് സ്റ്റാർ ഓഫ് ലൈഫ് കണ്ടിട്ടില്ലേ? ബ്ലൂ കളറിലൊക്കെ ആയിരിക്കും തോന്നുന്നത്, ബ്ലൂവും വൈറ്റും ഒക്കെയാണെന്ന് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ റെഡ് ക്രോസ്, നമുക്ക് റെഡ് ക്രോസ് സ്റ്റാർ ഓഫ് ലൈഫ് ആണ് കണ്ടേക്കുന്നത്. പിന്നെ റെഡ് ക്രോസിന്റെ ഉണ്ട്, മാൾട്ടീസ് ക്രോസ് ഉണ്ട്. അപ്പൊ സിംബലുകളൊന്ന് നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾ ചെക്കുകൾ കണ്ടിട്ടില്ല ആംബുലൻസില്? ചെക്ക് മാർക്കുകൾ റെഡും വൈറ്റും ഉണ്ടാവും, ഇതുപോലെ യെല്ലോയും ഗ്രീനും ഉള്ള ചെക്കുകള്. പിന്നെ ബാക്ക്വേർഡ് മാർക്കിംഗ് ആസ് എ പാറ്റേൺ ഓഫ് ഹൈ വിസിബിലിറ്റി മാർക്കിംഗ്. നെക്സ്റ്റ്
പിന്നെ അതിനകത്ത് വരുന്നത് ഞാനൊന്ന് എഴുതാം. പിന്നെ അടുത്തത് അത് ഒന്നാമത് അത് പറയുന്നുണ്ട്, പാറ്റേൺ വർക്ക് മാർക്കിംഗ് വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് പാസീവ് മാർക്കിംഗ് വേർഡ് ആംബുലൻസ്. പിന്നെ നെക്സ്റ്റ് ഒരു പാസീവ് വിഷ്വൽ ആണ് ആംബുലൻസ് എന്ന് എഴുതിയേക്കുന്ന വേർഡ്. അത് നേരെ തിരിച്ചിടും അല്ലെ. or the local language alternative illustrated in reverse on the front of the vehicles. വെഹിക്കിൾസിന്റെ ആംബുലൻസിന്റെ ഫ്രണ്ട് അല്ല ആംബുലൻസ് തിരിച്ച് എഴുതിയേക്കുന്ന കണ്ടിട്ടില്ലേ? തിരിച്ചാണ് എഴുതിയേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഇപ്പൊ നമ്മുടെ ഫ്രണ്ടില് നമ്മുടെ ബാക്കിൽ ആംബുലൻസ് വരികയാണെങ്കിൽ നമുക്ക് ആ മിററിൽ കൂടെ നോക്കുമ്പോ തിരിച്ചെഴുതിക്കുമ്പോഴും കറക്റ്റ് ആയിട്ട് വരും അല്ലെ? അതിന് വേണ്ടിയിട്ടാ. This enables drivers to other vehicles to simply identify an approaching ambulance in the rear view mirror. Ambulance may display the name of their owner or operator and the emergency telephone number to the ambulance service. അതിന്റെ ഏത് ചാറ്റിയുടെ ആണെങ്കിലും അതിന്റെ ഓരോ ഇതുണ്ടാവും, പേരുകൾ ഉണ്ടാവും ഫ്രണ്ടില്. അതിന്റെ ഓണർ ഓർ ഓപ്പറേറ്ററിന്റെ നെയിം, പിന്നെ അതുപോലെ തന്നെ എമർജൻസി കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെലിഫോൺ നമ്പറുകളും ഉണ്ടായിരിക്കും. പിന്നെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് നമ്മൾ പറഞ്ഞത്. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് ഫ്ലാഷിംഗ് ലൈറ്റുകളുടെ രീതിയിൽ വരുന്നതാണ്. വിഷ്വൽ സൈൻ ഫോർ ദ ടാസ്ക് ആർ ദ ഷേപ്പ് ഓഫ് ദ ഫ്ലാഷിംഗ് ലൈറ്റ്സ് to attract, in order to attract the attention of other road users. നമുക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ലൈറ്റുകൾ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്കത് എന്താ പറയാ ആംബുലൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കോമൺ കളേഴ്സ് അത് നോക്കണം കേട്ടോ. കോമൺ കളേഴ്സ് ഫോർ ആംബുലൻസ് വാർണിംഗ്. ഏതൊക്കെയാ കളേഴ്സ് യൂസ് ചെയ്യുന്നേ? റെഡ് ഉണ്ട്, ആംബർ. ആംബർ എന്ന് പറഞ്ഞാൽ എന്ത് കളറാ? ബ്രൗണിഷ് യെല്ലോ കളറാണ് കേട്ടോ ആംബർ. ആംബർ ബ്രൗണിഷ് യെല്ലോ ചേർന്ന ഒരു കളറാണ്. ആംബർ ഉണ്ട്, വൈറ്റ് ഉണ്ട്. However, the colors may be differ by the country. ഓരോ കൺട്രീസിന് അനുസരിച്ച് ആ കളേഴ്സ് വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ അടുത്ത നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ the several technologies presently used to achieve the flashing effects. They include the flashing light bulb, LED ബൾബുകൾ, ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലജൻ, റൊട്ടേറ്റ് ചെയ്യുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബൾബുകൾ, ആൻഡ് സ്ട്രോബ് ലൈറ്റ്സ് ബ്രൈറ്റർ ദാൻ ദ ഇൻകാൻസെന്റന്റ് ലൈറ്റ്സ്. ഈ ജ്വലിക്കുന്ന ഇൻകാൻസെന്റന്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റിനേക്കാളും ബ്രൈറ്റർ ആയിരിക്കും. അങ്ങനെയുള്ള സ്ട്രോബ് ലൈറ്റുകള്, റൊട്ടേറ്റിംഗ് ഹാലജൻസ്, പിന്നെ LED അങ്ങനെയുള്ള ബൾബുകളും ഇതൊക്കെ ഉണ്ടാകാം. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞു ടു ഇൻക്രീസ് ദ സേഫ്റ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 360 ഡിഗ്രി കവറേജ് 360 ഡിഗ്രി കവറേജ് ഉള്ള ആക്റ്റീവ് വാർണിംഗ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അത് വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ ഫ്രണ്ട് ബാക്ക് അല്ലെങ്കിൽ ഒക്കെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇത് എല്ലാ സൈഡിൽ നിന്നും ആ ലൈറ്റ്സ് കാണാവുന്ന രീതിയിൽ 360 ഡിഗ്രി കവറേജ് ഉള്ള ആക്റ്റീവ് വാർണിംഗ് ലൈറ്റുകൾ ഉണ്ടായിരിക്കും. പിന്നെ ലൈറ്റിന്റെ കാര്യം പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഓഡിയബിൾ വാർണിംഗ് പറഞ്ഞത്. ഈ ലൈറ്റിന് പുറമെ നമ്മൾ സൗണ്ടുകളും, ഇപ്പൊ നമുക്ക് ലൈറ്റ് കണ്ട ദൂരേന്നൊക്കെ നമുക്ക് ലൈറ്റ് ഇതാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് കുറച്ചുകൂടി ഇതായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഓഡിയബിൾ വാർണിംഗ് സിംബലുകൾ ഉണ്ട്. വിഷ്വൽ വാർണിംഗ്സ്, ഓഡിയോ, സൈറന്റെ രീതിയിൽ പല പല സൈറണുകൾ, അതൊക്കെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ആംബുലൻസിന് ഓരോ ഇതിന്റെ എമർജൻസിയുടെ അനുസരിച്ച് ആ സൈറണും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ അതിപ്പോ ഡ്രൈവേഴ്സിന്, ആംബുലൻസ് ഡ്രൈവറിന് തന്നെ അത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഏറ്റവും എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുപോകാൻ, ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിൽ കൊണ്ടുപോകാൻ നേരത്തെ അതിന് ഉപയോഗിക്കുന്ന ഒരു സിമ്പല്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ രോഗിയുമായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അത് അത്ര എമർജൻസി അല്ലെങ്കിൽ അതിന് വേറെ സിമ്പല്, ഇങ്ങനെ ആ ഒരു സൈറണുകൾ, അങ്ങനെ ആ സൈറണുകളുടെ മോഡ് വ്യത്യാസപ്പെട്ടിരിക്കും. അത് ആ ഡ്രൈവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും, അവർക്ക് തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സൈറണുകളുണ്ട്. പിന്നെ അതുപോലെ എന്താ നെക്സ്റ്റ് നമ്മള് ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ് ഏതാ? മെക്കാനിക്കൽ ബെല്ലുകളാണ്. മെക്കാനിക്കൽ ബെല്ലുകളുടെ കാര്യം പറഞ്ഞു. പിന്നെ മോസ്റ്റ് മോഡേൺ ആംബുലൻസ് ആർ എക്വിപ്ഡ് വിത്ത് ഇലക്ട്രോണിക് സൈറനുകൾ ഉണ്ട്. അതാണ് ആ റേഞ്ച് ഡിഫറൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞത്. ഇപ്പോ ഉള്ളത് ഇലക്ട്രോണിക് സൈറനുകൾ which produce a range of different noises
അത് ഓരോ എമർജൻസി ആണെങ്കിൽ അതിന് വേറെ. പിന്നെ സാധാരണ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് അങ്ങനെ, ഡെഡ് ബോഡീസ് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഓരോന്നിന്റെ ആ റേഞ്ച് അനുസരിച്ച് നമുക്ക് ആ ഇതിന്റെ സൈറന്റെ ആ ഇത് നമുക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റും. അത് ഡ്രൈവേഴ്സിന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. ഓരോ സൈറണുകളും വ്യത്യസ്ത ഇതാണ് കാണിക്കുന്നത്. ടു അട്രാക്ട് മോർ അറ്റൻഷൻ ടു ദംസെൽസ്, അത് കുറച്ചും കൂടി അറ്റൻഷൻ കിട്ടാൻ, നല്ല എമർജൻസി ആയിട്ട് പോകുമ്പോൾ ഒരു സൈറൺ കിട്ടാതെ സാധാരണ എന്താ പറയാ ആളുകൾക്ക് അറിയാൻ പറ്റും ക്രിട്ടിക്കലാണ്, എമർജൻസി ആണ്, അതനുസരിച്ച് ഇത് കൊടുക്കാൻ. അപ്പൊ കുറച്ചുകൂടി അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. Especially when advancing through an intersection or in heavy traffic. പിന്നെ അടുത്ത RDS, റേഡിയോ ഡാറ്റ സിസ്റ്റം, റേഡിയോ കാസ്റ്റ്. പിന്നെ അടുത്തത് നെക്സ്റ്റ് FM, അതുപോലെ തന്നെ ചെറിയൊരു FM ട്രാൻസ്മിറ്ററും ഇതിനകത്തുണ്ട്. ഓക്കെ, അത്രയും ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതിപ്പോ. expand RDS, ലാസ്റ്റ് നമ്മൾ പറഞ്ഞു RDS. റേഡിയോ ഡേറ്റ സിസ്റ്റം. Okay, very good. Radio data system. Yes. Next one. Which of the following symbol used to indicate a medical emergency? Which of the following symbol used to indicate a medical emergency? Options are Star of Life, Next, option B, Red Cross. Option C, Maltese Cross, MALTESC, Maltese Cross. Option D, all of the above. എല്ലാം നമ്മള് സിംബലുകളാണ്, മെഡിക്കൽ എമർജൻസി കാണിക്കുന്ന സിംബലുകളാണ്. സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, മാൾട്ടീസ് ക്രോസ് ഒക്കെ. അത് ഡിഫറെന്റ് കൺട്രീസിലൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, common colors for ambulance warning beacons are dash. വാർണിംഗ് ബീക്കൺസിന്റെ കോമൺ കളേഴ്സ് ഏതൊക്കെയാ പറഞ്ഞിട്ടുണ്ടല്ലോ? ബ്ലൂ, റെഡ്, white. Okay, very good. Blue, red, amber and white. Next question. Next one. So as to increase safety. It is the best practice to have dash coverage
coverage dash coverage with the active warning. Dash coverage with the active warning. എത്ര ഡിഗ്രി കവറേജ് നമ്മൾ പറഞ്ഞേ? 60 degree. ഓക്കെ, 360 ഡിഗ്രി. 360 ഡിഗ്രി കവറേജ് വേണം. എല്ലാം ഫുള്ള് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ എല്ലാ വശങ്ങളിലേക്കും ലൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള കവറേജ് ഉള്ളതായിരിക്കും. 360 ഡിഗ്രി കവറേജ്. നെക്സ്റ്റ് വൺ, modern ambulance. Next one, modern ambulance. Modern ambulance. Normally, modern ambulance normally carry dash design, which reflect light from car headlights or torches. കാറിന്ന് വരുന്ന ഹെഡ്ലൈറ്റ്, കാറിന്റെ ഹെഡ്ലൈറ്റ്, പിന്നെ അതുപോലെ ടോർച്ചിനെയൊക്കെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ എന്ത് ഡിസൈൻ ഉള്ളത് മോഡേൺ ആംബുലൻസില്? ക്യാരി retro റിഫ്ലക്റ്റീവ് ഡിസൈൻ. അപ്പൊ നമ്മുടെ കാറിൽ നിന്നൊക്കെ ലൈറ്റ് ടോർച്ച് ഒക്കെ അടിക്കുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കും. retro reflective design which reflect the light from car headlights or torches. Next one, next question. പിന്നെ അടുത്തത് നമ്മള് ഫ്ലാഷിംഗ് ലൈറ്റ്, ഹാലജൻ അങ്ങനെയുള്ളത് അതൊക്കെ പറഞ്ഞു, കവറേജ് പറഞ്ഞു. നെക്സ്റ്റ് ഓഡിബിൾ വാണിംഗ്, സൈറനുകളുടെ കാര്യം പറഞ്ഞു. പിന്നെ RDS എഴുതി, റേഡിയോ ഡേറ്റ സിസ്റ്റം. ഓക്കെ, അത്രയും മതി. ഇനി നെക്സ്റ്റ് കോസ്റ്റ് ആണ്. ആ ഭാഗം ഒന്ന് നോക്കിയേ. കോസ്റ്റ്, ആംബുലൻസ് കോസ്റ്റ്. കോസ്റ്റ് അനുസരിച്ച് നമ്മൾ പറഞ്ഞു ആംബുലൻസ് സർവീസുകൾ പല രീതിയിലുണ്ട്. ഏതൊക്കെയായിരുന്നു? ഗവൺമെന്റ് ഫണ്ടഡ് സർവീസുകള്, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്, ചാരിറ്റി ഫണ്ടഡ് സർവീസ്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? മെജോറിറ്റി പാർട്ട് മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ, പഞ്ചായത്ത് ഇതിന്റെ കീഴിൽ വരുന്നത്. അപ്പൊ ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലുള്ള ആരെങ്കിലും ഡെത്ത് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർ വിളിച്ചു പറയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്തു അല്ലെ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ അത് അവരുടെ കീഴിൽ വരുന്ന ഒരു സർവീസ് ആണ് ഗവൺമെന്റ് ഫണ്ടഡ്. അതിനൊരു ചെറിയൊരു എമൗണ്ട് ആയിരിക്കും അതിന് വരുന്നത്. Full of the majority part of the cost of the transport by ambulance is borne by the local or national government. Okay, to the ordinary organization. പിന്നെ രണ്ടാമത്തെയാണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്.
പ്രൈവറ്റ് ഫണ്ടഡ് സർവീസുകൾ അതിനൊരു പേയ്മെന്റ് ഉണ്ടാകും. അത് ചിലപ്പോ എന്താ പറയാ ഈ ഗവൺമെന്റ് ഫണ്ടഡിന് വെച്ചിട്ട് പ്രൈവറ്റ് ആണല്ലോ, അപ്പൊ കുറച്ചുകൂടി കോസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് ചാരിറ്റി ഫണ്ടഡ്. അത് നമ്മൾ പറഞ്ഞ ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലെ, ഫ്രീ ചാർജ് ആയിരിക്കും. അപ്പൊ അവിടെ ബോഡീസ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഫ്രീ ചാർജ് ആയിരിക്കും. അവിടെ പൈസ ഒന്നും കൊടുക്കുന്ന വേണ്ടില്ല, വരത്തില്ല അവിടെ. അപ്പൊ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പക്ഷെ നമുക്ക് ഒരു ബെനിഫിറ്റ് എന്നുള്ള നിലയിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് ഡെത്ത് ആയി, അപ്പൊ ചാരിറ്റി ഫണ്ടഡ് ആണ്, ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് അതിന് ഇപ്പൊ എന്താ പറയാ ആംബുലൻസ് നമ്മൾ ഇതായി കഴിഞ്ഞാൽ അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷെ അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ചാരിറ്റിക്ക് എന്തെങ്കിലും സർവീസ് ചെയ്യാം. ഇപ്പൊ പേഷ്യന്റ് ഉപയോഗിച്ച എന്തെങ്കിലും ഇപ്പൊ വാട്ടർ ബെഡോ അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഡൊണേറ്റ് ചെയ്യാം, ഒരു സേവനം എന്നുള്ളതിന്. അങ്ങനെയുള്ളത് ആ ചാരിറ്റിക്ക് നമുക്ക് ആ സർവീസ് തന്നതിന് പകരമായിട്ട് നമുക്ക് ആ ചാരിറ്റിക്ക് വേണമെങ്കിൽ അതൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെയുള്ളത്. പിന്നെ അടുത്ത ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. ഹോസ്പിറ്റൽ ആയിരിക്കും അല്ലെ, ഹോസ്പിറ്റൽ പ്രൊവൈഡ് ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഫ്രീ ഓഫ് ചാർജ് ഓൺ ദ കണ്ടീഷൻ ദ പേഷ്യന്റ് യൂസ് ദ ഹോസ്പിറ്റൽ സർവീസ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ കുറച്ച് നാള് ചികിത്സയിലായി കിടക്കുന്ന പേഷ്യന്റ് ഡെത്ത് ആവുകയാണെങ്കിൽ ആ ബോഡി വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് ആ ഹോസ്പിറ്റലുകാർ തന്നെ ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അവിടെ വേറെ ഫീസ് ഒന്നും അവിടെ ചാർജ് ഒന്നും കൊടുക്കേണ്ടി വരില്ല. അത്രയും ഇപ്പൊ ഒരു മാസമാണ്, ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ പേഷ്യന്റ് അവിടെ കിടക്കാണ്. അപ്പൊ എന്താ പറയാ അവിടെ ഹോസ്പിറ്റലിലേക്ക് നമ്മളിപ്പോ എന്താ കുറച്ച് പൈസ അവിടെ അടച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെയൊക്കെ നമുക്കൊരു എന്താ പറയാ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്നുള്ള നിലയിൽ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഫ്രീ ആയിട്ട് ഡെഡ് ബോഡി വീട്ടിലേക്ക് എത്തിക്കും. അതിന് വേറെ ചാർജ് ഒന്നും ഈടാക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ അങ്ങനെ 4 ടൈപ്പാണ് കോസ്റ്റിനനുസരിച്ച്. അപ്പൊ അതിൽ നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എഴുതാം. In which of the following ambulance service may be given free of charge to patient use the hospital service. Free of charge to patient use the hospital service. Charity funded service. Okay. ഏതാണ്? Charity funded. എന്താണ് നോക്കിയേ? Free of charge to patient use the hospital service. Hospital funded. ഹോസ്പിറ്റൽ ഫണ്ടഡ്. ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കട്ടോ. ഫ്രീ ആണ് ആ ഹോസ്പിറ്റൽ സർവീസ്, ഹോസ്പിറ്റലിലെ സേവനം ആ പേഷ്യന്റ് ഉപയോഗിച്ചു എന്നുള്ള നിലയിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്, ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, അതൊന്ന് ലാസ്റ്റ് അതൊന്ന് മാറിപ്പോയത് 2 നോക്കാം. ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസിലാണ് sentence കണ്ടില്ലേ? ഹോസ്പിറ്റൽ may be provide the ambulance transport free of charge on the condition that the patient use the hospital service. ഹോസ്പിറ്റൽ സർവീസ് പേഷ്യന്റ് യൂസ് ചെയ്തുള്ള വ്യവസ്ഥയില് ഈ ഹോസ്പിറ്റലുകാര് ഫ്രീ ആയിട്ട് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് വഴിയാണ്. ഓക്കെ, അത് ലാസ്റ്റ് നോക്കണം കേട്ടോ. ഫ്രീ ആന്ന് കാണുമ്പോഴത്തേക്ക് ഏത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യരുത്, ഇതിന്റെ ബാക്കിത്തെ കൂടി വായിച്ചു നോക്കണം. പിന്നെ ആംബുലൻസ് അതിനകത്ത് നിങ്ങളത് ക്ലിയർ അല്ലേ?
ഇനി ഓരോന്നും ഏതുണ്ടല്ലോ. ഇല്ല. ഇനി നെക്സ്റ്റ് നമ്പർ എത്ര ആംബുലൻസ് സർവീസ് നമ്മൾ വിളിക്കുന്നത്? 108. കോളർ. പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്നത് പ്രൈമറി ഇൻഫർമേഷൻ, ബേസിക് ഇൻഫർമേഷൻ സെൻഡ് ടു. നമ്മളൊരു ആംബുലൻസ് സർവീസ് നമ്മൾ ഒരു ആംബുലൻസിന് വിളിക്കുകയാണെങ്കിൽ നമ്മൾ ആ കോളർ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് 4 പോയിന്റ്സ് ആയിട്ട് തന്നേക്കുന്നത്. ഏതൊക്കെയാണ് ഇതൊക്കെ പറയണം? Where the pulse is placed from. എവിടെ നിന്നാണ് പഠിക്കുന്നത്? കൃത്യമായിട്ട് പറയണം. ഡിസ്ട്രിക്ട്, താലൂക്ക്, സിറ്റി, ടൗൺ, എക്സാക്ട് ലൊക്കേഷൻ, ലാൻഡ്മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. പിന്നെ emergency ടൈപ്പ്, ഏത് ടൈപ്പ് ഓഫ് എമർജൻസി ആണെന്ന് പറഞ്ഞാലാണ് അതനുസരിച്ചുള്ള ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു വെന്റിലേറ്റർ ഒക്കെ വേണ്ടി വരുന്ന ഒരു പേഷ്യന്റിനാണെങ്കിൽ നമ്മൾ പറയണം, എന്നാലാണ് അതേപോലത്തെ ആംബുലൻസ് സർവീസ് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എമർജൻസി ടൈപ്പ് കൃത്യമായിട്ട് പറയണം. പിന്നെ number of people injured, സ്റ്റേറ്റ് ഓഫ് ദ ഇഞ്ചുറീഡ്. എത്ര പേർക്ക് ഇഞ്ചുറി ഉണ്ട്, ഇപ്പൊ വലിയത് ഇതാണ് വേണ്ടത്, അപ്പൊ അങ്ങനെ എത്ര പേർക്കുണ്ട്, സ്റ്റേറ്റ് ഓഫ് ആ ഇഞ്ചുറിയുടെ സ്റ്റേറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മൾ കോണ്ടാക്ട് നമ്പർ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും വെച്ചപ്പോ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്ക് കോണ്ടാക്ട് നമ്പർ പറഞ്ഞു കൊടുക്കും. അപ്പൊ പിന്നെ ഫോണിൽ നിന്ന് വിളിക്കുന്നതുകൊണ്ട് കോണ്ടാക്ട് നമ്പർ അതിൽ നിന്ന് തന്നെ എടുക്കാം, പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട. ലാൻഡ് ഫോണിൽ നിന്നൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇതാണെങ്കിൽ നമ്മൾ ആ കോണ്ടാക്ട് നമ്പേഴ്സ് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ട്. പിന്നെ അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? During the emergency situation to want to remind of the ambulance by the calling for the ambulance. പിന്നെ അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കോളർ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ പെട്ടെന്ന് പാനിക് ആയി പോരുത്. അപ്പൊ അയാളുടെ ജീവൻ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്താലാണ് അതനുസരിച്ചുള്ള ആംബുലൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിനകത്തുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ എമർജൻസി ഓപ്പറേറ്റർ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതുപോലെ തന്നെ പിന്നെ പോസ്റ്റൽ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ളത് വീണ്ടും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഫോൺ നമ്പേഴ്സ് പറയണം, പേഷ്യന്റ് ഏജ്, സെക്സ്, മെഡിക്കൽ ഹിസ്റ്ററി, ഇതൊക്കെ അറിയാമെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ബ്ലീഡിംഗ് ആണോ, ആ പേഷ്യന്റ് കോൺഷ്യസ് ആണോ എന്നുള്ള, ചെസ്റ്റ് പെയിൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ടൈപ്പ് ഓഫ് ഇഞ്ചുറി, പിന്നെ എമർജൻസി ആൻഡ് ഇൻസിഡന്റിന് കാരണമായിട്ടുള്ള സംഭവം, അങ്ങനെയുള്ള നമുക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഒന്നും വേണ്ട, അങ്ങനെ ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ഒരു പോർഷൻ ആണ് ക്രൂയിങ്. ജോലിക്കാരെ സംബന്ധിച്ച് ആംബുലൻസിലുള്ള there are different levels of qualification that the ambulance crew may be called for holding the formal qualification. First responder, അതിനകത്ത് ക്രൂയിങ്ങിനകത്ത് വരുന്നതാണ്. അതുകൂടി ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കി അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എഴുതാം കേട്ടോ. ക്രൂയിങ് ആംബുലൻസിലെ സ്റ്റാഫിനെ കുറിച്ച് പറയുന്നതാണ് ക്രൂയിങ് എന്ന് പറയുന്നത്. ഇന്റൻസിറ്റി അനുസരിച്ച് നമ്മളെ സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ പെട്ടെന്നിരിക്കും. പിന്നെ ചിലപ്പോ എന്താ വെച്ചാൽ ചിലപ്പോ ഒരു എന്താ പറയാ, ഒരു പേഷ്യന്റിനെ പെട്ടെന്ന് വേറൊരു ഇതിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോഴൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മെഡിക്കൽ ഫെസിലിറ്റി അറിഞ്ഞിരിക്കുന്ന സ്റ്റാഫുകൾ അതിൽ നിർബന്ധമായിട്ട് വേണമെന്നുണ്ട്. ചിലപ്പോ ഒരു നേഴ്സ് ആണെങ്കിലും മതിയാവും. അങ്ങനെ ആ ഡിഫറെന്റ്, ചിലപ്പോ എന്താ ഭയങ്കര ക്രിട്ടിക്കൽ എമർജൻസിക്ക് ആണെങ്കിൽ ആ ഡോക്ടർ തന്നെ ആ കൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വേണ്ടി വന്നേക്കാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഓരോ ഇതാണ്. ഫസ്റ്റ് റെസ്പോണ്ടർ, a person who reaches the scene of the incident ആണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കാനുള്ള ഒരു കഴിവുള്ള ആളായിരിക്കണം. CPR കൊടുക്കാനുള്ളത്, എയർലി ക്രിട്ടിക്കൽ കെയർ, CPR ഒക്കെ കൊടുക്കാൻ അറിയുന്ന ഒരാളായിരിക്കണം ഫസ്റ്റ് റെസ്പോണ്ടർ. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോ CPR അതൊക്കെ നമ്മൾ പറഞ്ഞതാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ അത്ര പറയുന്നില്ല. CPR കൊടുത്തിട്ടും നമുക്കത് അതിലേക്ക് പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ് ഡിഫിബ്രിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഹാർട്ടിനെ ഒന്ന് നമ്മൾക്കറിയാലോ, ഈ ചെസ്റ്റിൽ ഇങ്ങനെ രണ്ട് സാധനം ഇങ്ങനെ ഇതായിട്ട് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ചർക്ക് പോലെ ഇങ്ങനെ
വരുന്നത്. അങ്ങനെയുള്ള അതൊക്കെ ചെയ്യാൻ അറിയാവുന്ന ഒരാളൊക്കെ ആയിരിക്കും. പിന്നെ അടുത്തത് ബേസിക് ആംബുലൻസ് ഡ്രൈവർ. ആംബുലൻസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ബേസിക് ട്രെയിനിങ്, ആംബുലൻസ് ഓടിക്കുക, ജസ്റ്റ് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതല്ലാതെ കൂടുതലായിട്ടുള്ള ക്വാളിഫിക്കേഷനും ഒന്നും വേണമെന്നില്ല ആംബുലൻസ് ഡ്രൈവറിന്. ജസ്റ്റ് ആംബുലൻസ് ഓടിക്കുക, ആ ആളെ ഒന്ന് കയറ്റണമെങ്കിൽ നമുക്ക് എന്താ പറയാ അതിന്റെ കൂടെ ആംബുലൻസിലേക്ക് ഒന്ന് കയറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇറക്കുമ്പോഴാണെങ്കിലും ഇറക്കാൻ ഹെൽപ്പ് ചെയ്യുക, വണ്ടി ഓടിക്കാൻ അറിയുക. അത്രയും ബേസിക് ആയിട്ടുള്ള ഒരു ഇത് മാത്രം മതി ആംബുലൻസ് ഡ്രൈവറിന്, അങ്ങനെയുള്ള ഒരാള്. പിന്നെ അടുത്ത് പിന്നെ അതുപോലെ തന്നെ പറയേണ്ടത് സപ്ലൈസ്, അവർക്ക് വേണ്ട സപ്ലൈസ് എവിടേക്കാ വെച്ചേക്കുന്നത്, അതെങ്ങനെയാ കൊടുക്കണ്ടേന്നൊന്നും അറിയണ്ട, എവിടെയാണ് സപ്ലൈസ് വെച്ചേക്കുന്നത്, ആംബുലൻസ് പേഷ്യന്റിന് വേണ്ട മെഡിക്കൽ സപ്ലൈസ് ഒക്കെ എവിടെയാണ് വെച്ചേക്കുന്നത്, പിന്നെ അടുത്ത കമ്മ്യൂണിക്കേഷനുള്ള കാര്യങ്ങള് ജസ്റ്റ് യൂസ് ചെയ്യാൻ, അങ്ങനെ ജസ്റ്റ് ഒരു ഇത് മാത്രമുള്ള ഒരു ട്രെയിനിങ് കിട്ടിയ ഒരാള് മതി ആംബുലൻസ് ഡ്രൈവർ. പിന്നെ നോൺ എമർജൻസി അറ്റൻഡന്റ്, ഇതുപോലെ തന്നെ ഇങ്ങനെയാണ് ഒരു പേഷ്യന്റിനെ ക്യാരി ചെയ്യണമെന്നും പേഷ്യന്റിനെ എങ്ങനെ മൂവ് ചെയ്യണം, പുറത്തേക്ക് എങ്ങനെ കൊണ്ടുപോകണം, ചെറിയൊരു എമർജൻസി വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. പിന്നെ എമർജൻസി കെയർ അസിസ്റ്റന്റ്, ഇത് എമർജൻസി കെയർ അറ്റൻഡന്റ് എന്ന് പറയും. എമർജൻസി ആണെങ്കിലും അല്ലെങ്കിലും രണ്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആളുകളായിരിക്കും അതിനകത്ത് വരുന്നത്. എമർജൻസി കൊടുക്കുന്ന ആളുകളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, എമർജൻസി കൊടുക്കുന്നവരെ അസിസ്റ്റ് ചെയ്യുക, അതാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ്. എമർജൻസി കൊടുക്കുന്നവരെ അസിസ്റ്റ് ചെയ്യുന്ന ആളുകൾ എമർജൻസി കെയർ അസിസ്റ്റന്റ്. പിന്നെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്, എമർജൻസി വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. എമർജൻസി കേസ് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പാകത്തിന് സ്കിൽഡ് ആയിട്ടുള്ള നല്ല കഴിവുള്ള ആളുകളായിരിക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്. പിന്നെ രജിസ്റ്റേർഡ് നേഴ്സുകള്, ചില കേസുകളിൽ നമ്മൾ പറഞ്ഞു അവരെന്ന് വെച്ചാൽ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ തൊട്ടടുത്ത് തന്നെ വരുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ കെയർ കൊടുക്കേണ്ട കേസുകളിലൊക്കെ ഇവര് രജിസ്റ്റേർഡ് നേഴ്സുകൾ ഇതിനകത്ത് ഉണ്ടായിരിക്കണം. കുട്ടികളിലെയൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും കേസിലൊക്കെ അഡ്വാൻസ്ഡ് ലെവല് കെയർ കൊടുക്കുന്ന ആളുകളായിരിക്കണം രജിസ്റ്റേർഡ് നേഴ്സുകള്. പിന്നെ പാരാമെഡിക്സ്, എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള കേസുകളിൽ തന്നെ പാരാമെഡിക്സുകൾ ആവശ്യമായിട്ട് വരാം. കാനുലേഷൻ ഒക്കെ ചെയ്യാൻ അറിയാവുന്ന തരത്തിലുള്ള ആളുകളായിരിക്കണം. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള വെയിൻസ് ഒക്കെ കാര്യങ്ങൾ, വെയിനിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്യാണല്ലോ, വെയിനിലേക്ക് കുത്തുന്നതിനാണ് കാനുലേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ കറക്റ്റ് വെയിൻ കണ്ടുപിടിച്ച് അതിലേക്ക് പേഷ്യന്റിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇത് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുന്ന ആ തരത്തിലുള്ള ആളുകൾ, അങ്ങനെയുള്ള ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി ഇതാണ്. പിന്നെ എമർജൻസി കെയർ പ്രാക്ടീഷണർ ഉണ്ട്. അത് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ അയാളും എന്താ പറയാ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറുമായിട്ടൊക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. പാരാമെഡിക്സിനെ പോലെ തന്നെയാണ് എമർജൻസി കെയർ പ്രാക്ടീഷണറും. ഈ പാരാമെഡിക്സിനെക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കും. അവരെ പോലെ തന്നെയാണ് എങ്കിലും അവരെക്കായി പാരാമെഡിക്സിനെക്കായി കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയ ആളായിരിക്കും. പിന്നെ കേസുകൾ ഈ കൂടുതൽ കെയർ കൊടുക്കുന്ന കേസുകളിലൊക്കെ ആന്റിബയോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളായിരിക്കും. പിന്നെ നെക്സ്റ്റ് ആണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് ഇവര് കൂടുതലായിട്ടുള്ളത്. ഡോക്ടേഴ്സിനെ പോലെ തന്നെ ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആണ്. ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഏത് മെഡിസിൻ കൊടുക്കണം, പേഷ്യന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരാള്. പിന്നെ അടുത്ത ലാസ്റ്റ് വരുന്ന ഫിസിഷ്യൻ, ഡോക്ടറാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. അത് എയർ ആംബുലൻസിലൊക്കെ ഒരു ഫിസിഷ്യൻ എന്തായാലും വേണ്ടി വരും.
ഇപ്പൊ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത നെക്സ്റ്റ് ഇവിടെ ഇറങ്ങുന്ന വരേക്കും അതിന്റെ ഇടയ്ക്ക് ആ ട്രാവലിംഗിന്റെ ഇടയ്ക്കിലൊക്കെ പേഷ്യന്റിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ക്രിട്ടിക്കൽ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്നും ഹോസ്പിറ്റലിലൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഫിസിഷ്യൻ, പ്രത്യേകിച്ച് എയർ ആംബുലൻസിലൊക്കെ ഫിസിഷ്യൻ അത്യാവശ്യമായിട്ടുള്ളതാണ്. എന്താണോ പേഷ്യന്റിന്റെ സ്റ്റേറ്റ് അതിനനുസരിച്ചുള്ള ഡോക്ടർ ഫിസിഷ്യൻ അവിടെ അവൈലബിൾ ആയിരിക്കണം. അത്രയും കാര്യങ്ങളും കൂടി ഉള്ളൂ. കുറച്ച് ക്വസ്റ്റ്യനും 57 ആയില്ലേ, 1-2 ക്വസ്റ്റ്യനും കൂടി എഴുതിക്കോ. അത് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. Okay. Physician assistant. Physician assistant. Physician assistant are seen mainly in dash countries. ഏത് കൺട്രീസിലാ പറഞ്ഞേ? നമ്മൾ പറഞ്ഞല്ലേ, യൂറോപ്യൻ കൺട്രീസ്. യൂറോപ്യൻ കൺട്രീസ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്. Emergency care assistant. Emergency care assistant. Emergency care assistant job. Emergency care assistant job is to help. The dash. ആരെയൊക്കെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ടെക്നീഷ്യൻ ഓഫ് പാരാമെഡിക്സ്. ടെക്നീഷ്യൻ ഓർ പാരാമെഡിക്സ്. പാരാമെഡിക്സിനെയും ടെക്നീഷ്യനെയും ഒക്കെ അസിസ്റ്റ് ചെയ്യുക. Next, doctors may be present. Doctors may be present in specialist ambulance unit. Doctors may be present in specialist ambulance unit. Tara, doctor. Others, doctors may be present in specialist ambulance units. Last പറഞ്ഞത് 10ാമത്തെ physician. Next, the first responder. Job. The first responder job is to give dash. To give critical care. Early critical care. First aid അത് കൊടുക്കുന്നത്. Early critical care. Next, last question. A person who reaches first
first at the scene of an incident. A person who reaches first at the scene of an incident. Ara, who is the person? An ambulance driver. First responder. First responder. The first sentence, okay, a person who reaches first at the scene of an incident is first responder. Okay. Okay. നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ റിവിഷൻ. Yes, teacher. വെന്റിലേറ്റർ ലാസ്റ്റ് ചാപ്റ്റർ അല്ലേ? ജസ്റ്റ് നാളെ ഉണ്ടാവും ക്ലാസ്. അപ്പോ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടോ, ആ ചാപ്റ്റർ ഒന്ന് വായിക്കാം. ജസ്റ്റ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് നമുക്ക് അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എഴുതി വെക്കാം. എന്നിട്ട് നെക്സ്റ്റ് പിന്നെ അടുത്ത ദിവസം കിട്ടുവാണെങ്കിൽ ബാലൻസ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിക്കോ. Okay, teacher. Thank you. Thank you.